പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരു ഞായറാഴ്ച കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നു. ദൈവാരാധനയിൽ ലഭ്യമായിരിക്കുന്ന തിരുവചന ഭാഗങ്ങളിൽ ഇന്ന് പാപപരിഹാര പ്രവൃത്തിയും അതിനോട് ചേർന്ന് വന്ന പാപമോചനവും അവസാനം വിശുദ്ധ കുമ്പസാരത്തിൽ വന്നു നിൽക്കുന്ന ദൈവശാസ്ത്ര വിഷയങ്ങളാണ്. കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. ഈ അടുത്ത കാലത്ത് ഒരു ഉന്നത സ്ഥാനീയനായ ന്യായാധിപനായിരുന്ന ഒരു വ്യക്തി വളരെ പുച്ഛത്തോടു കൂടി കത്തോലിക്കാ സഭയുടെ കുമ്പസാരത്തെയും മാത്രമല്ല വിശുദ്ധ കുർബാനയും ഒക്കെ അവഹേളിച്ച് സംസാരിക്കുന്ന ഒരു സംഗതി വീഡിയോയിൽ കാണാൻ ഇടയായി. അദ്ദേഹം വളരെ താഴ്ന്ന രീതിയിൽ, നിലവാരം ഏറ്റവും താഴ്ന്ന രീതിയിൽ അദ്ദേഹം വഹിച്ച ഒരു സ്ഥാനത്തിനൊട്ടും ചേരാത്ത രീതിയിലാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധന പ്രക്രിയയൊക്കെ അവഹേളിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീയോട് ചോദിച്ചാൽ അവർ വേണേ നമ്മുടെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചത് അവർക്കൊട്ടും ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ കുർബാനയൊന്നും അവർക്ക് വലിയ കാര്യമല്ല. എന്നിട്ട് അദ്ദേഹം തന്നെ അവരോട് ചോദിക്കും, മറ്റൊരു സംഗതി ഇവിടെ ഉണ്ടല്ലോ, അതായത് പ്രതിക്കൂട്ടിക്കേറുന്നുണ്ടോ, അതെന്നതാ എന്ന് ചോദിച്ചുകൊണ്ട് ഈ വിധത്തിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു അത് കുമ്പസാരമാണ്, ആ കുമ്പസാരം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ താഴ്ന്ന രീതിയിൽ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമുക്കൊക്കെ ഉണ്ടായി. ഇതൊക്കെ കുറേ സ്വാധീനിക്കാനിടയുണ്ട്. കാരണം ഉന്നത സ്ഥാനീയരെ അധപ്പതിച്ച് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയില്ല. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ കത്തോലിക്കാ സഭയുടെ കുമ്പസാരത്തെയൊക്കെ അവഹേളിക്കുന്ന ധാരാളം ക്രൈസ്തവ വിഭാഗ നേതാക്കളെയും കാണാൻ ഇടയായിട്ടുണ്ട്. മറ്റ് സമൂഹങ്ങളിൽ വന്ന കുമ്പസാരങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു തകർച്ച, ഒരു പിഴവ്, ഒരു വഴിതെറ്റൽ കണ്ടാൽ അതെടുത്ത് പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഇനി മേലിൽ ആരും കുമ്പസാരിക്കാൻ പോകരുത്, ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വലിയ ഭയങ്കര ഗീർവാണം മുഴക്കുന്ന സാഹിത്യകാരന്മാരുടെ സ്വരം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കുമ്പസാരിപ്പിക്കാൻ ആർക്കും അധികാരമില്ല എന്നൊക്കെ പറയുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ നടിക്കുന്ന ആൾക്കാരെ കിട്ടും. മനുഷ്യന് പാപമോചനാധികാരമൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഈ പുരോഹിതന് അധികാരം കൊടുത്ത് ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? പുരോഹിതൻ എന്തിനാ പറയുന്നത്? ഇതൊക്കെ സാമാന്യഗത യുവജനങ്ങൾക്ക് ഒരുപാട് സന്ദേഹങ്ങൾ ഉളവാക്കുന്ന ചിന്തകളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അധികാരമില്ലെന്ന് തന്നെയില്ല, അങ്ങനെ ചെയ്യുന്ന പാപമാണെന്ന് പോലും, കുമ്പസാരിപ്പിക്കുന്നത് തന്നെ പാപമാണെന്ന് പോലും പറയുന്ന ചില വീഡിയോകളെ ചില സുവിശേഷ പ്രഘോഷകർ എന്ന് വിചാരിക്കുന്നവരിൽ നിന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വെറും തട്ടിപ്പാണ്, അതുകൊണ്ട് അതിനോടൊന്നും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ വെളിവായിട്ട് പഠിപ്പിക്കും. അവൻ എത്തി നിൽക്കാൻ പോകുന്ന യോഹന്നാൻ്റെ സുവിശേഷം 20-23 വാക്യത്തിലാണ് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നു. വളരെ മനോഹരമായ രീതിയിൽ പറയാം, നിങ്ങൾ ആരുടെ പാവങ്ങൾ ക്ഷമിക്കുന്നതെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കും എന്നൊക്കെ പറയുന്ന ഭാഗത്ത് പിന്നീട് അവസാനം വരുന്നതാണ്. എന്താ വെച്ചാൽ ഈ പാപപരിഹാര പ്രക്രിയ അത് രക്ഷാചരിത്രത്തിൻ്റെ ആരംഭം തുടങ്ങി കടന്നു പോരുന്ന എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ പാപപരിഹാര പ്രക്രിയ. ഇവിടെ ഇസ്രായേലിൽ നമുക്ക് ആദ്യത്തെ കിട്ടുന്ന ലേവായുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 13-24 വാക്യങ്ങളിലാണ് വാസ്തവത്തിൽ ആ പാപപരിഹാര പ്രക്രിയയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്. അവർ ബലിയർപ്പണ രീതി അന്ന് ഈ മൃഗങ്ങളെ ബലിയർപ്പിക്കുകയായിരുന്നല്ലോ. ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നത് ഏതെങ്കിലും ചെയ്ത് കുറ്റക്കാരാകുകയും അക്കാര്യം ഓരോ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ച അർപ്പിക്കുകയും അതിനെ സമാഗമ കൂടാത്ത വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. അന്നത്തെ പാപപരിഹാര ദിനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ യോം കിപ്പൂർ എന്നാ പറയും. ഇത് 2 ആട്ടിൻകുട്ടികളെ കൊണ്ട് നിർത്തി മനുഷ്യൻ്റെ പാപം മുഴുവൻ ആ മൃഗത്തിൻ്റെ മേൽ ആരോപിച്ച് അതിനെ ഒരെണ്ണത്തിലെ അവിടെ കൊന്ന രക്തം തിരശീല മേലും ദേവാലയത്തും തൻ്റെ മേലൊക്കെ തളിച്ചിട്ട് മറ്റൊന്നിനെ കൊണ്ടുപോയി മലയിടുക്കിൻ്റെ മുകളിൽ കൊണ്ടുപോയി താഴിട്ട് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി കൊല്ലുക. അതുകൊണ്ടാണ് യോഹന്നാൻ കർത്താവിനെ കണ്ടപ്പം പറഞ്ഞത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയാൻ ഇടയായത് ആ അന്നത്തെ പാപപരിഹാര പ്രക്രിയയുടെ അവരുടെ അറിവിൽ നിന്ന് വന്ന കാര്യം തന്നെയാണ്.
അതവിടെ നിൽക്കട്ടെ. ഇവിടെ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈവയ്ക്കണം. എന്തിനാ? പാപം അവിടെ ആരോപിക്കാനും മനുഷ്യൻ്റെ. അതിനെ അവിടുത്തെ മുമ്പിൽ വെച്ച് കൊല്ലണം. അഭിഷിക്തനായ പുരോഹിതരെ കാളക്കുട്ടിയുടെ കൂടെ രക്തം എടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവർ രക്തത്തിൽ കൈമുക്കി വിരൽ മുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. ആ തിരശ്ശീല എന്ന് പറയുന്നത് വാഗ്ദാന പേട ഇരിക്കുന്ന കൃപാസനത്തിന് മുമ്പിൽ വച്ചിരിക്കുന്ന തിരശ്ശീല തളിക്കണം. കുറെ രക്തമെടുത്ത സമാകൂടാരത്തിൽ കൊണ്ടുവരണം. സമാകൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലെ ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. അത് അവിടുത്തെ ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു കുറ്റവാളിയാണെങ്കിലും ശരി, അവൻ ഓടിച്ചെന്ന് ദേവാലയത്തിന്റെ അത്താരിയുള്ള കൊമ്പ പിടിച്ചാൽ പിന്നെ അവനെ ശിക്ഷിക്കരുതെന്നാണ്. കരുണയുടെ പ്രതീകമാണ് കൊമ്പെന്ന് പറഞ്ഞു. കൊമ്പുകളിൽ പുരട്ടണം. അതുപോലെ തന്നെ ബാക്കി രക്തസമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലും ദഹനബലിപീഠത്തിന് ചുവട്ടിലൊഴിക്കണം. ചുവട്ടിലൊഴിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവിതം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഒഴിക്കാമെന്ന് സമർപ്പിക്കാം. ചുവട്ടിലൊഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവൻ എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം എന്ന് പറയുന്ന ഭാഗമാതെ. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടി ഉള്ള പാപപരിഹാര ബലിയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചിന്താവിഷയം. അതിൻ്റെ വിശദീകരണം തന്നെ തന്നു കഴിഞ്ഞിരിക്കും. അധികം തന്നെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതായത് ജീവനാണ് രക്തമെന്ന്. രക്തം ചൊരിയുക എന്ന് പറയുന്നത് ജീവൻ അങ്ങോട്ട് അർപ്പിക്കുക എന്നുള്ളത്. തെറ്റ് ചെയ്തതിന് നമ്മുടെ ജീവൻ അങ്ങോട്ട് തിരിച്ച് സമർപ്പിക്കുക. കൊമ്പെന്ന് പറയുമ്പോൾ കരുണയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിൻ്റെ കരുണ യാചിക്കുക. അദ്ദേഹം 3 കാര്യങ്ങളാണ്. ഒന്ന്, സമാഗുണാരത്തിനകത്ത് അതിവിശിഷ്ട സ്ഥലത്ത് മുന്നുള്ള തിരശ്ശീലയിൽ ഇത് തളിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിന് സിംഹാസനമായ കൃപാസനത്തിന് അവ മനുഷ്യദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുന്ന ആ തിരശ്ശീലമേൽ രക്തം ഒഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ കർത്താവിന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. രണ്ടാമത്തെ സംഗതി, ആ കരുണ കൊമ്പുമേൽ, അതായത് സുഗന്ധ ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പുരട്ടണം. കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനയാണത്. കൂടാതെ ദഹന ബലിപീഠത്തിന് ചുവട്ടിലൊഴിക്കണം. ജീവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചൊരിയുന്നതാണ് ആ ഒരു പാപപരിഹാര പ്രക്രിയ. അന്ന് നിലനിന്നിരുന്ന കാര്യം പശ്ചാത്തലമായി ആദ്യത്തെ വായന നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹൃദയം സജ്ജമായിരിക്കണം. അപ്പോൾ ആ ബലിമൃഗവും ഒക്കെ പാപപരിഹാര ബലിക്കുള്ള ഒരു പ്രത്യേകത ഇതാണ്. ഓർക്കണം, ഭാവിയിലേക്ക് എന്ത് പറഞ്ഞാലും എന്ത് വായിക്കുമ്പോൾ ഓർക്കണം, കാൽവരി ബലിയിലെ പാപപരിഹാര ബലിയായി തന്നെ ദൈവപുത്രന്റെ പാപപരിഹാര പ്രക്രിയയിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭ്യമായിരിക്കുന്നതെന്നും അങ്ങനെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടായ പരിശുദ്ധാത്മാവുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്നും ആ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം കേന്ദ്രീകരിച്ചിരിക്കുന്ന കർത്താവിന്റെ ബലിയുടെ പുനരാവർത്തനമായ പരിശുദ്ധ കുർബാനയിലാണെന്നും ഇതൊക്കെ ഇവിടെ ഉള്ളിലുണ്ട്. ഇതൊക്കെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത്. അനുതാപത്തിൻ്റെ ആവശ്യകത. രണ്ടാമത്തെ വായന ദാനിയേൽ പ്രവാചകനാണ്. ദാനിയേൽ പ്രവാചകൻ നമുക്കറിയാം, ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ടയാൾ. ആ കാലഘട്ടത്തിൽ അവർ നാട് കടത്തപ്പെട്ടപ്പം വിപ്രവാസത്തിലേക്ക് പോയപ്പോൾ ആ കൂടെ കൊണ്ടുപോകപ്പെട്ട ചെറുപ്പക്കാരൻ, സുന്ദരനായ ചെറുപ്പക്കാരൻ, ദൈവഭക്തനായ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് വേദനയുണ്ടായി. തൻ്റെ ദേവാലയവും തൻ്റെ ചുറ്റുപാടും ഒക്കെ നശിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹം വായിച്ച വേദപുസ്തകം ധ്യാനിക്കുന്ന ഭാഗമായത്. അദ്ദേഹം വായിച്ച ജെറമ്യ പ്രവാചകൻ്റെ വചനങ്ങളാണ്. സമകാലീന ജെറമ്യ പ്രവാചകൻ പറഞ്ഞു 70 വർഷത്തേക്ക് ജെറൂസലേം നിർജ്ജനമായി തീരും. ആ പ്രവചനം എടുത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി കരുണയാചിക്ക്, അയ്യോ എൻ്റെ കർത്താവെ അശുദ്ധമാറ്റി തരണമെന്ന് പറയുന്ന ഭാഗമാണ് ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 9-ാം അധ്യായം 1 തൊട്ട് 9 വരെ വാക്യങ്ങൾ. അഹേരൂസിന്റെ മകനും ജനനം കൊണ്ട് മേരിയക്കാരനും കൽദായക്കാരുടെ ദേശത്ത് രാജാവുമായിരുന്നു ദാരിയൂസിന്റെ 1-ാം ഭരണവർഷം. കൃത്യമായിട്ട് വർഷം തന്നെ പറഞ്ഞിരിക്കും. അവന്റെ വാഴ്ചയുടെ 1-ാം വർഷം ദാനിയേലായ ഞാൻ ജെറമ്യ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട് അനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കുന്ന 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതത്തിൽ വായിക്കുകയും അതിനെ പറ്റി ചിന്തിക്കുകയും ചെയ്തതാണ്. ദൈവവചനം വായിച്ചു കഴിഞ്ഞപ്പോൾ, പ്രവചനം വായിച്ചു കഴിയുമ്പോൾ ഉണ്ടായ വിഷമമാണ്. ചിന്തിക്കുകയും ധ്യാനിക്കുക. അപ്പോൾ ഞാൻ ചാക്കൊടുത്ത ചാരം പൂശി ഉപവസിച്ചു. ദൈവമായ കർത്താവിന്റെ തീക്ഷ്ണ അതാണെന്ന് എടുത്തു വെച്ചിരിക്കും. തെറ്റ് ചെയ്തു, ജനം മുഴുവൻ തെറ്റ് ചെയ്തു, ശിക്ഷയുണ്ടായി, അടിമത്തത്തിലേക്ക് പോയി.
അപ്പോൾ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞു, ജെറമ്യ എന്നും പറയുന്ന ആൾ വിപ്രഭാതത്തിന് തൊട്ട് മുമ്പുള്ള ആളാണ്, കഠിനമായിട്ട് അവർ സംസാരിച്ചതാണ്, നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പറഞ്ഞപ്പോൾ അവരിൽ അദ്ദേഹത്തെ പിടിച്ച് കിണറ്റിൽ തള്ളിയിട്ടു. അവസാനം വിഷമിച്ച് പ്രയാസപ്പെട്ട് അദ്ദേഹം കർത്താവോട് തന്നെ സംസാരിക്കും കാര്യം നമുക്കറിയാം. നീ എന്നെ വഞ്ചിച്ചു, നീ മിടുക്കനാണ്, ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ ഉടനെ കൊലപാതകം ഇത് തന്നെ എൻ്റെ വായിൽ തന്നെ വരുന്നു, അതുകൊണ്ട് ഇനി നിന്നെക്കുറിച്ച് ഞാൻ നിന്ദികയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുക. കാര്യങ്ങൾ നമുക്ക് ഓർക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുക, അസ്ഥിയിൽ പൂട്ടപ്പെട്ട അഗ്നി പോലെ ഇതിൻ്റെ വചനം എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പം ഈ പ്രവാചകനാണ് 70 വർഷക്കാലം നിർജ്ജനമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഭാഗം എടുത്തു വെച്ചിട്ട് ഈ ദാനിയേൽ പ്രവാചകൻ ധ്യാനിക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവമായ കർത്താവോട് ഞാൻ പ്രാർത്ഥിക്കുക, ഏറ്റുപറയുകയും ചെയ്തു. പാപങ്ങൾ ഏറ്റുപറയുക, ജനത്തിൻ്റെ പാപം ഏറ്റുപറയുക. കുമ്പസാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഏറ്റുപറയാൻ സന്നദ്ധമാണെന്നുള്ളത്. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീരിതനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ ചട്ടങ്ങളിലും കൽപ്പനകളിലും നിന്ന് അകന്നും അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു എന്നത് ഏറ്റുപറയുന്നതാണ്. ഇതാണ് അനുതാപം എന്ന് പറയും. ഞാൻ തെറ്റ് ചെയ്ത് പോയി. ഞങ്ങൾ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംബന്ധിച്ച അങ്ങയുടെ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ ചെവിക്കൊണ്ടേയില്ല. കർത്താവെ, നീതി അങ്ങയുടേതാണ്, എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങയ്ക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂദയായിലെയും ജെറുസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ജനത്തിൻ്റെ മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് ലജ്ജയാണ്. പാപം മൂലം ഉണ്ടായ ലജ്ജ. അതാണ് എന്തൊരു സുന്ദരമായ പ്രാർത്ഥനയാണ്. കർത്താവെ, അങ്ങയ്ക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാം. ഞങ്ങൾ ദൈവമായ കർത്താവെ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്, എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ച് എടുത്ത് പറഞ്ഞ് അരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുന്ദരമായ ഭാഗം ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അവിടെ ഈ ജെറമ്യ പ്രവാചകൻ എന്താ പറഞ്ഞത്? ജെറമ്യ 25 അധ്യായം 11 തൊട്ട് 14 വാക്യങ്ങളിൽ അത് ഇങ്ങനെ പറഞ്ഞു: ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവേല ചെയ്യും. 70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനതയെയും കൽദായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും. ആ ദേശത്തെ ഞാൻ ശാശ്വത ശൂന്യതയാക്കി തീർക്കും. ഇതാണ് വചനം. ഇതിനകത്ത് 70 വർഷം എന്ന് കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരനായി അവ വളരെ സങ്കടപ്പെട്ടു. അതുകൊണ്ട് അവന് ആ അനുതാപത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, പിന്നെ അതിൻ്റെ വ്യാഖ്യാനമൊക്കെ വളരെ ഭംഗിയായിട്ട് 70 സംവത്സരങ്ങളെക്കുറിച്ച് യെരമ്യ 25:11-14 പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൻ്റെ പ്രാർത്ഥനാ മുറിയിലും ഏകാന്തതയിലും താപസനെ പോലെ കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നാം ഇവിടെ കാണുന്നു. ഒരു സമൂഹത്തിൻ്റെ അപകടസന്ധിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. കുറച്ച് പേരെങ്കിലും സഭയിൽ അങ്ങനെ ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് എന്തെല്ലാം കലഹങ്ങൾ പുറമേ കണ്ടാലും എന്തെല്ലാം തരത്തിലുള്ള നീക്കങ്ങൾ തെറ്റാണെന്ന് നമുക്ക് തോന്നിയാലും ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ധ്യാനിച്ച് തപസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. അതാണ് നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയും പകരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഈ പ്രധാനപ്പെട്ട, അതായത് അതിൻ്റെ ആ ചാക്കുടുത്ത ചാരം പൂശി ഉപവസിക്കുന്ന രീതി എന്ന് പറയുന്നത് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാം. ഇതിന് സാധർമ്യമുണ്ട്. മറ്റ് പ്രവാചകൻ എസ്ര 9 അധ്യായം 6 തൊട്ട് 15 വാക്യങ്ങളിൽ, എൻ്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾ തിന്മകൾ അത് ഭയങ്കരമാണ് എന്ന് എടുത്തു പറയുന്ന എസ്രായുടെ കാലഘട്ടത്തെക്കുറിച്ച് അവിടെ എടുത്ത് പറയുന്നത്. ഇത് നെഹമ്യായുടെ പ്രവചനം നമുക്കറിയാമല്ലോ. എസ്രായും നെഹമ്യയുമാണ് വീണ്ടെടുക്കാൻ വേണ്ടി ദേവാലയം പുതുക്കി പണിയാൻ വേണ്ടി സൈറസ് ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം വന്ന് കണ്ടപ്പോൾ ഉണ്ടായ അവസ്ഥയെക്കുറിച്ച് വിഷമിക്കുക. ജെറുസലേം നഗരം തകർന്നു കിടക്കുന്ന വേദനിച്ച് അവിടുന്ന് കരഞ്ഞു എന്ന് പറയാം നെഹമ്യ. അത് ആദ്യം പറയാം, അവിടുത്തെ ദാസനായ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങനെ മുമ്പ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നവീകരണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരും സഭയുടെ നവീകരണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ കുറ്റം വിളിച്ചു പറഞ്ഞ് മിടുക്കനാകാൻ ശ്രമിക്കാതെ, അതാണല്ലോ സംഭവിക്കുന്നത്. അഭിഷേക്തരുടെ കുറ്റം വിളിച്ചു, അത് ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും വേണ്ടി ഒന്നുമില്ലാതെ കണ്ണുമടച്ച് താനാണ് ഏറ്റവും വലിയ മട്ടിൽ അഹങ്കാരത്തിൻ്റെ കൂമ്പാരമായിട്ട് നിന്നുകൊണ്ട് സംസാരിക്കുന്നതല്ല നവീകരണത്തിൻ്റെ വഴി. അതിൻ്റെ വഴി ഇതുപോലെ
ഹൃദയം തപിച്ച് ദൈവസന്നിധിയിൽ സമൂഹത്തിന് വേണ്ടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്നവർ മാത്രമേ സഭയിൽ എന്തെങ്കിലും നവീകരണം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നെഹമ്യ 9:6 തൊട്ടുള്ള ഭാഗങ്ങളിൽ അവിടുന്ന് അവരെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. കാരണം അവരെ നിമിത്തം അവിടുന്ന് അവരെ കംപ്ലീറ്റ് ആയിട്ട് പരിത്യജിച്ചില്ല എന്ന് അവിടുത്തെ പറയുന്നുണ്ട്. ശിക്ഷണമാണ് നൽകപ്പെട്ടത് എന്നതിനും പരിത്യജിച്ചില്ല. അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ യാത്രയിലും സഭയുടെ യാത്രയിലും ശിക്ഷണങ്ങളുണ്ടാവും, ശിക്ഷയും ഉണ്ടാവും. പക്ഷേ നാം കർത്താവിൻ്റെ ബലവത്തായ കരങ്ങൾ ഉറപ്പിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയിലൂടെ, അനുതാപത്തിലൂടെ, കൃത്യമായ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുക വേണ്ടത്. അതാണ് നമ്മുടെ ചരിത്രം തന്നെയാണ്. പുറപ്പാട് 20:6 എന്നെ സ്നേഹിക്കുക, എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഗർഭിണിയുമായി ദുരവസ്ഥ ചെന്ന് പെട്ടാലും ശരി, എന്നെ സ്നേഹിക്കുന്നവരുടെ പേരിൽ ഞാൻ 1000 തലമുറ വരെ കരുണ കാണിക്കുമെന്ന് പറഞ്ഞ ദൈവമായ കർത്താവാം. അതുകൊണ്ട് നിയമാവർത്തനം 7:9 1000 തലമുറ സ്നേഹം പ്രകടിപ്പിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്ന കർത്താവ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 1 രാജാക്കന്മാർ 8:21 അങ്ങേപോലെ ആകാശത്തിലും ഭൂമിയിലും ആരുമില്ല എന്ന സോളമൻ്റെ പ്രാർത്ഥനയിൽ എടുത്തു പറയുന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചട്ടങ്ങളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും ഒക്കെ വ്യതിചലിച്ചിട്ട് അകൃത്യങ്ങൾ ചെയ്ത്, അപരാധങ്ങൾ ചെയ്ത്, ദുഷ്ടത പ്രവർത്തിച്ച് ധിക്കരിച്ചു പോയാൽ തന്നെയും ദൈവം നമ്മെ പരിത്യജിക്കുകയില്ല, അവിടുന്ന് നമ്മളെ തിരിച്ചു വിളിക്കും. അതുകൊണ്ട് ആ ഒരു വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. അതുകൊണ്ട് പശ്ചാത്തപിക്കുമെന്ന് എടുത്തു പറയുന്ന പല ആവശ്യങ്ങളും സോളമൻ്റെ പ്രാർത്ഥനയിൽ അതുണ്ട്. അതായത് പ്രവാസദേശങ്ങൾ വെച്ച് ഹൃദയപൂർവ്വം പശ്ചാത്തപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ കർത്താവേ നീ ക്ഷമിക്കണമേ അവരോടെന്ന് പറയുന്നുണ്ട് അവിടെയും. അപ്പോൾ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണ് മനുഷ്യരും. അങ്ങനെ ആ വിധത്തിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും രാജ്യത്തിൽ ജനം മുഴുവൻ വഴിതെറ്റിപ്പോയെങ്കിലും അവിടെയെല്ലാം പ്രാർത്ഥനയുടെ തിരിച്ചു കൊണ്ടുവരാൻ കാരുണ്യവും പാപമോചനവും കർത്താവിൻ്റെതാണെന്നുള്ള ബോധ്യം അന്ന് തൊട്ടേ ദൈവജനത്തിലുണ്ട്. കുമ്പസാരത്തിനോട് എത്തി നിൽക്കുമ്പോൾ ഓർക്കണം, കർത്താവ് കരുണയാണ്, അതേസമയം നീതിയുടെ ഫലമായിട്ട് ശിക്ഷ വരും. അതേസമയത്ത് കർത്താവ് കരുണയാണ്, ഒരിക്കൽ നമ്മെ പരിത്യജിക്കുകയില്ല. അതുകൊണ്ട് ഹൃദയവും മനസ്സും ദൈവസന്നിധിയിൽ അവിടുത്തെ വചനത്താൽ നിറയണം. നമ്മുടെ ഹൃദയത്തിലെപ്പോഴും ചിന്ത ആഴപ്പെടണം കർത്താവിൻ്റെ കൃപയെക്കുറിച്ച്. ആ വിധത്തിൽ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനെ മനോഹാരിത, ദൈവത്തിൻ്റെ കരുണയിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകാൻ. അപ്പോൾ ആദ്യ വായനയിൽ തന്നെ ഇന്നത്തെ പ്രമേയത്തിൻ്റെ പ്രധാന കാര്യം ആവിഷ്കരിച്ചു കഴിഞ്ഞു പഴയ നിയമത്തിൽ നിന്ന്. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞുവല്ലോ, കുമ്പസാരത്തിൽ എത്തി നിൽക്കുന്ന ഭാഗമാണ്. പാപമോചിക്കാൻ മനുഷ്യപുത്രന് ഭൂമിയിൽ അധികാരമുണ്ടെന്ന് അറിയേണ്ട നീ കിടക്കയെടുത്തുകൊണ്ട് നടക്കാവുന്ന സുവിശേഷ ഭാഗത്തിലേക്ക് എത്തി നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു. അതേ തുടർന്ന് കൊളോസ്യക്കാർക്ക് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 12 തൊട്ട് 19 വാക്യങ്ങളിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായ രീതിയിൽ എടുത്ത് പറയുന്ന സുന്ദരമായ ഭാഗമാണ് പുത്രൻ വഴി പാപമോചനം. അത് എടുത്തു പറയുന്ന സംഗതിയാണ്. അതായത് കൊളോസിയ 1:18-20 വാക്യങ്ങൾ നമുക്കറിയാം. ഈശോ ആരാകുന്നു എടുത്തു പറയുക. ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഭംഗിയായിട്ട് പറഞ്ഞ പ്രീ പൗലൈൻ ഫോർമുലേഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. അതായത് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് ആരാധന സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്നത്തെ വിശ്വാസ പ്രമാണ ഫോർമുലകളിൽ ഒന്നാണ് കൊളോസ്യാക്ക് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 15 തൊട്ട് 20 വാക്യങ്ങൾ. പ്രകാശത്തിൻ്റെ വിശുദ്ധോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കി തീർത്ത പിതാവിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ച് അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കൂ. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ്, ഈശോ മിശിഹായിലാണ് നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചത്. പിതാവിൻ്റെ പദ്ധതിയാണ്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും. കർത്താവ് ദൈവം തന്നെയാണ്, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും. എല്ലാ സൃഷ്ടിക്കുമ്പോൾ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജനിക്കപ്പെട്ടവനോ സൃഷ്ടിക്കപ്പെട്ടവനോ അർത്ഥമല്ല, പ്രഥമസ്ഥാനീയൻ. ആ അർത്ഥത്തിലെ വേദവസ്തു പലപ്പോഴും ആദ്യജാതെന്ന് പദം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഥമസ്ഥാനീയനം, അവനെ ഉത്ഥാനം ചെയ്തതുപോലെ ആദ്യജാതന എന്ന് പറയുമ്പോൾ പ്രഥമസ്ഥാനീയനം. കാരണം അവൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള അദൃശ്യമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു അവനിലാ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ പിന്നെ അവൻ സൃഷ്ടിക്കപ്പെട്ടതല്ലോ. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ദൈവം തന്നെയാണ്. അവനിലാണ് സ്വർഗത്തിൽ മുള്ള സർവ്വം സൃഷ്ടിക്കപ്പെട്ടത്. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമായ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാം മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈശോ മിശിഹ ആരാകുന്നതെന്ന് ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഈശോ മിശിഹായിലാണ് വേദം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പറയുമ്പം അവിടുന്ന് ആദ്യജാതനാന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ആദ്യത്തെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് പിടിപ്പിക്കരുത്. അവൻ ദൈവം തന്നെയാണ്.
അവൻ സഭയാകുന്ന ശരീരത്തിന് ശിരസ്സാം. ഇതല്ലേ നമ്മുടെ ജീവിതത്തിന് ധൈര്യം എന്ന് പറയുന്നത്. മുമ്പോട്ട് സഭയെ കൊണ്ടുപോകുന്നത് കർത്താവ് തന്നെയാണ്, മനുഷ്യരാരുമല്ല. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മനുഷ്യരാണെങ്കിലും അതിൻ്റെ അകത്തിരിക്കുന്ന കർത്താവ് തന്നെയാണ്. ദുർബലരായ മനുഷ്യരുടെ നമ്മുടെ ദൗർബല്യത്തിലാണ് കർത്താവിൻ്റെ ബലം പ്രകടനം. അവരെ അപ്പസ്തലനോട് പറഞ്ഞതില്ലേ, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ബലം പ്രകടമാകുന്നത്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചെന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ പ്രഥമസ്ഥാനീയന. അതുകൊണ്ട് അതിന് അർത്ഥം പറഞ്ഞത് ആദ്യജാതം എന്ന് പറഞ്ഞാൽ പ്രഥമസ്ഥാനീയന. എന്തെന്നാൽ അവനിൽ സർവ്വസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. എല്ലാ സമ്പൂർണതയും, ഓൾ പെർഫെക്ഷൻ അതർ സൈഡ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്ത രക്തം വഴി സമാധാന സഹണ്ടോ രക്ഷാകര പ്രവൃത്തി വന്നെത്തി നിൽക്കുന്നത്. അതായത് അവിടുന്ന് കുരിശിൽ ചിന്ത രക്തം വഴി പാപമോചനം നമുക്ക് ലഭ്യമായി എന്ന് എടുത്ത് ഭംഗിയായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് പുത്രനെക്കുറിച്ചുള്ള ഒരു ഗീതമാണിത്. അത് ഈശോ മിശിഹ അല്ലെങ്കിൽ സുവിശേഷകന്മാർ സുവിശേഷം സൃഷ്ടിക്കുന്നത് മുമ്പ് തന്നെയുള്ളൂ. അതേക്കുറിച്ച് മുമ്പോട്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ജ്ഞാനമാണ് ഈശോയുടെ പ്രതിരൂപം എന്ന് അവിടത്ത് പറഞ്ഞിട്ടുണ്ട്. സുഭാഷിതം 8:21 യുഗങ്ങൾക്ക് മുൻപ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുമ്പ് ഒന്നാമതായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു, സ്ഥാപിക്കപ്പെടും. പ്രഭാഷണം 24:1 ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാം. ജ്ഞാനം 6:9 ജ്ഞാനം അഭ്യസിക്കുവാൻ വഴിതെറ്റി പോകരുത്. യോഹന്നാൻ 1:18 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. കണ്ടോ, ആ കർത്താവ് ദൈവത്തോടൊപ്പം ഉള്ള സമാനത വഹിക്കാതെ തന്നെ താഴ്ത്തി എന്ന് പറയുന്ന മനോഹരമായ ഫിലിപ്പിയാക്കൾ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം എന്നുള്ള ഭാഗങ്ങൾ യേശു ക്രിസ്തു കർത്താവാണെന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയും. എല്ലാ നാവുകളും ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുഴങ്കാലിന് മുമ്പിൽ മുട്ടുമടക്കുകയും യേശു ക്രിസ്തു കർത്താവാണെന്ന് എല്ലാ നാവുകളും ഏറ്റു പറയുകയും അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, സത്തയാണ്. അതുകൊണ്ട് കൊരിന്ത്യർക്കൊക്കെ 2-ാം അധ്യായം ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തു മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശമാണ്. അപ്പം അതുകൊണ്ട് അവിടുന്ന് ദൈവത്തിൻ്റെ റോമാക്കാർക്ക് ലേഖനം 8-29 വാക്യത്തിൽ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ച നമ്മളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഈശോ മിശിഹായെങ്കിൽ ആ പ്രതിരൂപത്തോടെ സാദൃശ്യപ്പെട്ട് നമ്മൾ രൂപീകരിക്കപ്പെടാൻ ദൈവം നിശ്ചയിച്ചു. 1 കൊരിന്ത്യർ 11:7 പറയുന്നു, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായ മഹിമയുമാകാൻ അവൻ തല മൂടേണ്ട, സ്ത്രീയാകട്ടെ പുരുഷൻ്റെ മഹിമയും. അവിടെ വിവാഹത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളാക്കി. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെയും സാദൃശ്യം നമ്മൾ ധരിക്കും. അതുകൊണ്ട് 2 കൊരിന്ത്യർ 3:18 കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ അണയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെയാണ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവിടുത്തെ പുത്രൻ്റെ പ്രതിരൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇരിക്കേണ്ട അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിനെതിരെ അന്നത്തെ ആദ്യ കാലഘട്ടം ആര്യൂസ് എന്ന് പറയുന്ന ആളുടെ ഭാഷ നമുക്കറിയാം. ദൈവപുത്രൻ, അതായത് ആദ്യം സൃഷ്ടിക്കപ്പെട്ടതാക്കുക, അതുകൊണ്ട് ദൈവത്തേക്കാൾ താഴെ എന്നൊക്കെ പറഞ്ഞ് നേരെ സഭ നേരെ തിരിച്ചു പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. അതുകൊണ്ട് ഒന്നാമനാണ് എന്നുള്ള ആദ്യജാതം എന്നുള്ള വാക്ക് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ അത് ഒന്നാമനാണ്. അങ്ങനെ ധാരാളം മറ്റ് ടെക്സ്റ്റുകൾ ഒന്നാമെന്ന അർത്ഥത്തിൽ പുറപ്പാട് 4:22 പറയുന്നു. കർത്താവ് പറയുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതനാണ്. കണ്ടോ അവിടെ ഉപയോഗിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ച മനുഷ്യന് അർത്ഥമില്ലല്ലോ. എൻ്റെ ഞാൻ പ്രഥമ പരിഗണന കൊടുക്കുന്നയാളാണ്. ജെറമ്യ 31:9 പറയുന്നു, ഞാൻ ഇസ്രായേൽ പിതാവാണ്, എഫ്രയീം എൻ്റെ ആദ്യജാതന. പ്രഭാഷകൻ 36:17 കർത്താവെ അങ്ങ് തന്നെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിൻ്റെ മേൽ കരുണയുണ്ടാകണമെന്ന് പറയുമ്പോഴും ആദ്യജാതന പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യജാതനാണെന്ന് പറയുമ്പോൾ കർത്താവ് സൃഷ്ടിക്കപ്പെട്ട ആളാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. പ്രഥമസ്ഥാനീയനാണ് എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ്. അപ്പോൾ എല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, മുഴുവൻ അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ആരംഭം തൊട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്രതിയോഗികളായ എല്ലാ കാര്യങ്ങളെയും കീഴ്പ്പെടുത്തി. എന്തൊക്കെയാണ്? സിംഹാസനങ്ങളും ആധിപത്യങ്ങളും ശക്തികളും അധികാരങ്ങളും എല്ലാം
അവന് കീഴ്പ്പെട്ടിരിക്കുക, മുഴുവൻ കീഴ്പ്പെട്ടിരിക്കുക. അപ്പം അവനെല്ലാം ശക്തി, അവൻ്റെ ശക്തി, അത് ശക്തിയാണ് കർത്താവ്, ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പം ഈശോ മിശിഹായെ വിശ്വസിക്കുമ്പോൾ അത് സർവസമ്പന്നനായ ദൈവപുത്രൻ ശക്തിയാണെന്നുള്ള കാര്യം, ആ ശക്തിക്കാണ് നമ്മൾ എല്ലാ ശക്തിയും കീഴ്പ്പെട്ടിരിക്കുന്നത്. അപ്പം സഭയാവുന്ന ശരീരത്തിന് ശിരസ്സാണ്. എടുത്തപ്പോഴും വേറെ പുസ്തകത്തിൽ പറയുന്ന പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. 12 പറയുന്നു, ശരീരം ഒന്നാണെങ്കിൽ അതിൽ പല അവയവങ്ങളുണ്ട്, അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ഒന്ന് ചേർന്ന് ഒരു ശരീരം, അതുപോലെ തന്നെയാണ് ക്രിസ്തുവും എന്ന് പറയും. അതുപോലെ തന്നെ റോമാക്കാർക്ക് 12:4 പറയുന്നു, നാം പലരാണെങ്കിൽ ക്രിസ്തു ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളാണ്, നമ്മൾ കർത്താവിൻ്റെ ശരീരമാണ് എന്നുള്ള കാര്യം എടുത്തു പറയും. എഫേസുകാർക്ക് ലേഖനത്തിൻ്റെ 1:21 സഭ അവൻ്റെ ശരീരമാണ് എടുത്തു വെളിവായി പറഞ്ഞു. സഭ അവൻ്റെ ശരീരം, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. 4:15 പറയുന്ന സ്നേഹത്തിൻ്റെ സത്യം പറഞ്ഞതുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കും. നാം കർത്താവിലേക്ക് വളരേണ്ടിയിരിക്കും. 5:21 എഫേസുകാർക്ക് ലേഖനത്തിലാണ് എക്ലേസിയോളജി കൂടുതൽ കടന്നു വരുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഭംഗിയായിട്ട് 5:21 ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ എന്ന് തന്നെ വെളിവായിട്ട് പറഞ്ഞിരിക്കുന്നു. അവൻ എല്ലാറ്റിൻ്റെ ആരംഭമാണ്, മരിച്ചതിനുള്ള ആദ്യജാതനം. റോമാക്കാർ ലേഖനത്തിന് 8:29 അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപമാക്കാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചു. ഈ തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതൻ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ ആദ്യജാതൻ്റെ വാക്കിൻ്റെ അർത്ഥം പോകുന്ന പോക്ക്. പ്രസൂറിയനും 15:20 പറയുന്നു, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരും ആദ്യഫലമായ ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ഉയർത്തപ്പെട്ട പോലെ അവരെല്ലാവരും ഉയർത്തപ്പെടും. അപ്പോൾ അതുകൊണ്ട് അവിടെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങൾ, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിശ്വാസം മുറുകെ പിടിക്കണം, തെറ്റായ പഠനങ്ങൾക്ക് നമ്മൾ വിധേയരാകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എത്തി നിൽക്കുന്നത് സുവിശേഷത്തിലാണ്. സുവിശേഷ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ വളരെ ഭംഗിയായിട്ട് കർത്താവ് സംഭവം മനസ്സിലിരിക്കട്ടെ. ഈശോ അടുത്തേക്ക് തളർവാദ രോഗിയെ കൊണ്ടുവരാൻ ശ്രമിച്ച ആൾക്കാരെ ചെന്ന് നോക്കിയപ്പോൾ കർത്താവിൻ്റെ അടുത്തെത്താൻ ഒരു നിവൃത്തിയുമില്ല, ഭയങ്കരമായ ജനക്കൂട്ടം. അതുകൊണ്ട് കർത്താവ് എങ്ങനെ ഇവിടെ ഒന്ന് സ്പർശിക്കും? കൊണ്ടുവന്ന ആളുകൾ 4 പേര്, അവരെന്ത് കർത്താവ് ഇരുന്ന ആ സ്ഥലത്തിന് മാത്രം മുകളിലെ മേൽക്കൂര മാറ്റിയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞതാണ്. ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം അല്ല, തളർവാദരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം കണ്ടു. അപ്പം നമുക്ക് നമ്മുടെ ആരുടെയെങ്കിലും കാര്യങ്ങൾക്ക് പരിഗണന കണ്ടിട്ട് ശുശ്രൂഷിച്ചാൽ നമ്മുടെ വിശ്വാസം കണ്ടുകൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അല്ല, ആ വ്യക്തിയുടെ വിശ്വാസം കാണുമൊന്നുമില്ല, നമ്മൾ പറഞ്ഞാൽ മതി, ദൈവം പ്രവർത്തിക്കും. അപ്പം അതുകൊണ്ട് ആ സുവിശേഷം 2-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 തൊട്ട് 12 വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് സുവിശേഷം നൽകിയിരിക്കുന്നത്. വളരെ പരിചിതമായ പാപം മോചിക്കുന്ന ഈശോയെ കുറിച്ചാണ് അവിടെ പറയും. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈശോ കഫർനഹൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. കർത്താവിൻ്റെ പരിശീലന കാലഘട്ടത്തിൽ ഏക പ്രശസ്തനായ ഘട്ടങ്ങളിൽ നടക്കുന്ന വാതിക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഇതാണ് അതിൻ്റെ ആദ്യ പ്രാരംഭ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് പറയാം, അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം തൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര വിളിച്ച തളർവാദ രോഗിയെ കിടക്കയോടെ താഴോട്ട് ഇറക്കി. അവരുടെ വിശ്വാസം, ഞാൻ എടുത്തു പറഞ്ഞു, അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, വിളിക്കുന്ന മകനെ എന്നാ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തളർവാദ രോഗി വന്നിട്ട് നിന്റെ തളർവാദം മാറിയിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞർ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു, ദൈവത്തിനല്ല മറ്റാർക്കാണ് പാപം മോചിക്കാൻ കഴിയാം എന്നുള്ള ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചിന്ത അന്നും ഉണ്ടായിരുന്നല്ലോ. അവർ ഇപ്രകാരം വിചാരിക്കുന്നു മനസ്സിലാക്കി ഈശോയുടെ. അപ്പോൾ വിചാരങ്ങളെ മനസ്സിലാക്കുന്നവനാണ് ദൈവം. അപ്പോൾ വിചാരിക്കുന്ന കാര്യം ഈശോയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നതോ? അത് പറയാൻ എളുപ്പമുണ്ട്, പക്ഷേ അതുകൊണ്ട് ഫലം നോക്കിയിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറയാൻ എളുപ്പമുള്ളൂ. ഏതാണ് എളുപ്പം? എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതാണ് ഏതാണ് എളുപ്പം. എന്നാൽ അടുത്ത പ്രധാനപ്പെട്ട വചനം, ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് അവൻ എന്തു പറഞ്ഞു? അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു,
ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. എത്ര പ്രകടമായിട്ട് കർത്താവ് തൻ്റെ പാപമോചനാധികാരം അവിടെ വ്യക്തമാക്കിയത്. എത്ര വ്യക്തതയോടുകൂടിയ, ഒരു സംശയമില്ലാത്ത അടയാളം കാണിച്ചുകൊണ്ടാണ്. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കങ്ങ് പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വ. ഇതാണ് സുവിശേഷം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇന്നത്തെ പ്രമേയം, വചന സന്ദേശത്തിൻ്റെ കാതലായ കാര്യം കർത്താവിൻ്റെ പാപമോചനം ഇന്ന് അന്നത്തെ പോലെ തന്നെ സഭയിൽ നിലനിൽക്കുന്നതാണ്. നമുക്ക് പ്രധാനപ്പെട്ട അതാണ്. സഭയിൽ ഈശോയുടെ പാപമോചനം നിലനിൽക്കുന്നു. ഇപ്പം 4 പേര് തളർവാദ രോഗിയും കൊണ്ടുവന്നു, മേൽക്കൂര പൊളിക്കുന്നു. ഇത് നമുക്ക് എന്നാത്തറിയാം. കിടക്കയെടുത്തിട്ട് പോകാൻ പറയുന്നു. ആത്മീയത എന്ന് പറയുന്നത് ഇതൊരു അഭിനയമൊന്നുമല്ല. ഇത് പണ്ട് പലയിടത്തും ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്നു പറഞ്ഞാൽ അഭിനയമല്ല. ഇത് മനുഷ്യൻ്റെ അനുഭവമാണ്, അഭിനയമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? കർത്താവിൻ്റെ ശക്തി പ്രകടമാക്കാം. അതുപോലെ തന്നെ എപ്പോഴാണ് കർത്താവ് പത്രോസിനെ വീട്ടിൽ ചെന്ന ഭർത്താവിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തി കഫർനാമിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈശോ വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പം ഈശോയുടെ വീട് ഏതാ? ഈശോയുടെ വീട് പരസ്യ ജീവിതത്തിൽ പത്രോസിൻ്റെ വീട് തന്നെയാണ്. അതുകൊണ്ടാണ് ആ വീട്ടിൽ ചെന്ന നികുതി ചോദിച്ചത്. അല്ല, ഈശോയുടെ വീട് അങ്ങ് നസ്രത്തിലല്ല. ഇവിടെ ഈശോയുടെ വീട് പരസ്യ ജീവിതത്തിൽ പത്രോസിൻ്റെ വീട് തന്നെയാണ്. കർത്താവ് വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈശോയുടെ ആ വർദ്ധിച്ച ജനസമ്മതി, മർക്കോസ് 1:27-28 അവൻ്റെ പ്രശസ്തി ഗലീലായുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചെന്ന് പറയാം. എപ്പോഴാണ് പറയുന്നത്? പിശാച് ബാധനെ സുഖപ്പെടുത്തിയതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു കഴിയുമ്പോഴാണ് പറയുന്നത് പ്രശസ്തി അങ്ങ് വ്യാപിച്ചു. മർക്കോസ് 1:32-34 നഗരവാസികളെല്ലാം അവൻ്റെ വാതിക്കൽ സമ്മേളിച്ചു. അതാ പത്രോസിൻ്റെ അമ്മായിനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പം ആ നഗരവാസി മുഴുവൻ അവിടെ സംഭവം ആലോചിച്ച് നോക്കിയാൽ കഫർനാം എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. പത്രോസിന് വീടിരുന്ന സ്ഥലം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ണിൻ്റെ മുമ്പ് ദൃശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഭൂമിയിൽ അരങ്ങേറിയ ശക്തമായ ജീവിത യാഥാർത്ഥ്യമാണ്. എന്നാൽ അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പം പറഞ്ഞാൽ, നീ ഒരു കാര്യം ചെയ്യുന്ന ആരോടും ഇപ്പം മിണ്ടണ്ട. കർത്താവ് പരസ്യ യുവകാലത്ത് ഞാൻ പറഞ്ഞത് ആരോടും മിണ്ടണ്ട എന്ന് പറയാൻ കാരണം, ഞാൻ മിശിഹ ആണ് എന്ന് ആരോടും പറയണ്ട എന്ന് പറയാൻ കാരണം, കർത്താവ് മിശിഹ ആകുന്നത് മരണത്തിലൂടെ പുനരുത്ഥാനത്തിലാണ്. അതുവരെ ഇവർ വിശ്വസിക്കുകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരോടും പറയണ്ട. അതുകൊണ്ട് ഈ പ്രശസ്തിയെക്കുറിച്ചും കർത്താവ് വരിയിടല്ല ഒന്നും പറയണ്ട എന്ന് പറയാൻ കാരണം, ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് യഥാർത്ഥത്തിലുള്ള നമ്മുടെ രാജാവായിട്ട് തീരുന്നു. ഇപ്പോൾ പട്ടണത്തിൽ പോയി പരസ്യമായി അവിടെ പ്രവേശിക്കാൻ പോലും കർത്താവ് കഴിഞ്ഞില്ല. പ്രശസ്തി വർദ്ധിച്ചു കഴിയുമ്പം പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല. ജനങ്ങൾ എല്ലായിടത്തും അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ അവസരമൊക്കെ കർത്താവ് പഠിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചെന്ന് പറയാം. ദൈവവചനം പഠിപ്പിക്കാൻ ഉപയോഗിച്ചു. അപ്പം കർത്താവ് ഒട്ടും തന്നെ ഇപ്പോൾ അവർ ഈ സളർവാദ രോഗിയെ കൊണ്ട് വന്ന സംഭവം നോക്കി ഒരു മനുഷ്യൻ പോലും മാറിക്കൊടുത്തില്ല. നമുക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കാം. വളരെ വേദന അനുഭവിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ബസ്സയിലേക്ക് കയറുക, നിവൃത്തിയില്ലാത്ത നടു നോക്കാൻ പറ്റാത്ത ഒരു അമ്മച്ചി കയറി വരും കാണുമ്പം എണീറ്റ് കൊടുക്കണ്ടേ? പിള്ളേരായിരിക്കേണ്ട ഞാൻ കസേരകളിൽ ഒരമ്മച്ചി കയറി വരുമ്പം കണ്ടറിയാൻ പാടില്ല. ഈ അമ്മച്ചിക്ക് നേരെ നിൽക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ കിട്ടിയ സീറ്റിൽ ഉറപ്പിച്ച് കണ്ണടച്ചിരുന്നാൽ മതിയോ? ഈ അമ്മച്ചിയെ കൈ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് എണീറ്റ് നിൽക്കണ്ടേ? ഇതൊക്കെയാണ് ക്രിസ്തീയത എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഇവരാരും നിരാശരായില്ല. അവർ വഴി തുറന്നു കിട്ടി. എല്ലാ തടസ്സങ്ങളുണ്ട്. പക്ഷേ തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശരി, അവർക്ക് ആ വഴി തുറന്നു കിട്ടിയെന്ന് പറഞ്ഞാൽ മേൽക്കൂര പൊളിച്ച് കീഴോട്ട് ഇറക്കി. അപ്പോൾ വിശ്വാസി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മുമ്പുള്ള സർവ്വ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കരുത്തുള്ളവനാ. മർക്കോസ് 5:21 പറയുന്നു, എൻ്റെ മകൾ മരിക്കാറായിരുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമെന്ന് ജയറോസ് പ്രാർത്ഥിക്കുക. എന്താ ചെയ്യുന്നു? മരിച്ചുപോയെന്ന് വാർത്ത കിട്ടിക്കഴിഞ്ഞപ്പം കർത്താവിന് പേടിക്കണം. അപ്പോൾ നേരെ ചെന്ന് അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നിന്റെ മകൻ മരിച്ചു, ഗുരുവിനെ ഇനി എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാന്ന് കർത്താവ് മറുപടി പറഞ്ഞിട്ട് കൈ പിടിച്ച് ബാലിയെ എഴുന്നേൽക്കുക, തലീത്ത കൂമി എന്ന് പറഞ്ഞപ്പോൾ അവളെ എണീറ്റ് നടന്നു. 12 വയസ്സുണ്ടായിരുന്നു. കണ്ട ജയറോസ് എന്ന് പറഞ്ഞ ആൾ അവിടെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, സിനഗോഗ് അധികാരിയാണ്. മർക്കോസ് 10:46-52 അവിടെ എന്താ ചെയ്യുന്നത്? അന്ധനൻ, തിമേയോസിന്റെ മകനായ ബർണമേയോസ് എന്ന് പറയുന്ന അന്ധനായ യാചകൻ ദാവീദിന്റെ പുത്രൻ നിലവിളിച്ച് കരഞ്ഞു. അവനെ കൊണ്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്തേ പുറങ്കുപ്പാൻ വരെ വലിച്ചെറിഞ്ഞിട്ട് അവൻ ഓടി കത്താൻ മുമ്പിലെത്തി. നിനക്കെന്താ വേണ്ടി? എനിക്ക് കാഴ്ച കിട്ടണം. പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു പറയും. അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ അതുകൊണ്ട് അത് കർത്താവിൻ്റെ സാമീപ്യത്തിൻ്റെ അടയാളമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരും ആ വിശ്വാസത്തേക്ക് തിരിയാനായിട്ട് ഇടയാകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് എടുത്തു പറയുന്നത്. അവരുടെ വിശ്വാസം കണ്ട്, ഈ 4 പേരെ വിശ്വാസം കണ്ട്
കർത്താവ് അവിടെ അത്ഭുതകരമായ പ്രവൃത്തി ചെയ്യുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാപം ക്ഷമിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആവപ്പാടെ അവർക്ക് നിയമജ്ഞർക്ക് വലിയ പ്രശ്നമായി. ഇവൻ്റെ യേശുവിൻ്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ആരുടെ അപ്പോൾ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയില്ല. ഒരു അന്ധനായ മനുഷ്യൻ ഇവൻ പാപം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുക. ഇവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത് കർത്താവ് ഇവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രവർത്തനം അവന് പ്രകടമാകുന്നു വേണ്ടിയിട്ടാണ് അവൻ അന്ധനായിട്ട് പറഞ്ഞെന്ന് കർത്താവ് പറഞ്ഞ് വളരെ ഇപ്പം നിയമജ്ഞരെന്ന് പറയുന്ന ആൾക്കാരാരാ? നിയമജ്ഞരെന്ന് പറഞ്ഞാൽ സ്ക്രൈബ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ വേദപുസ്തക ഭാഗങ്ങൾ എഴുതി കോപ്പിയിലെടുത്ത് കൊടുക്കുന്നവരാണ്. അത് ഇന്ന് പ്രിൻറ്റിങ്ങും പ്രസവമൊന്നും ഇല്ലാത്ത ഘട്ടങ്ങളാണെന്ന് ഓർക്കണം. അപ്പോഴും വേദപുസ്തകം മറ്റ് കമ്മ്യൂണിറ്റികൾക്കും എങ്ങനെയുണ്ട് ഇപ്പം എഴുത്തുകാരാണ് ഇവർ. ആ എഴുത്തിലൂടെ അവർ നിരന്തരം കോപ്പികൾ എഴുതി കഴിയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകും, എഴുതുന്ന അറിവ്. അപ്പോൾ അറിവുണ്ടായതോടുകൂടി അവർ നിയമജ്ഞന്മാരായിട്ട് തീർന്നു. അങ്ങനെയാണ് ഈ സ്ക്രൈബ്സും നിയമജ്ഞന്മാരായിട്ട് തീർന്നു. അതുകൊണ്ട് അപ്പം ദൈവത്തിന് മാത്രമല്ലേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും മോചിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് കർത്താവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ. തെറ്റുകളും കുറ്റങ്ങളും മോചിച്ച് സങ്കീർത്തനം 51 എന്താ പറയുന്നത്? എൻ്റെ പാപങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്ന ശുദ്ധീകരണം ദാവീദ് പറയുന്നില്ലേ. അപ്പം പാപം മോചനത്തിൻ്റെ ദാഹം മനുഷ്യഹൃദയത്തിലുള്ളതാണ്. അപ്പോൾ 85:2 സങ്കീർത്തനം അങ്ങയുടെ ജനത്തിൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. യെശയ്യാ 41:25 എന്നെപ്പോഴും നിൻ്റെ തെറ്റുകൾ തുടച്ചു മാറ്റും ദൈവം ഞാൻ തന്നെ, നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. അപ്പം പാപം മോചകനാണ് ദൈവം എന്ന കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. 1 സാമുവേൽ 16:7 മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാക്കി രൂപങ്ങളിൽ ശ്രദ്ധിക്കുന്നതും കർത്താവും ഹൃദയഭാവങ്ങളെ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഉള്ളിൻ്റെ വിചാരങ്ങൾ അറിയും. അതുകൊണ്ടാണ് ദൈവസന്നിധി ഏറ്റുപറയാൻ നമുക്ക് 1 രാജാക്കന്മാർ 8:39 അവർ അങ്ങയെ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അങ്ങ് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകണമേ, അങ്ങ് മാത്രമാണ് മനുഷ്യഹൃദയങ്ങളെ അറിയുന്നത്. സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥനയിലാണ് അത് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈശോ നമ്മുടെ അവസ്ഥയെല്ലാം അറിയുന്നു. പക്ഷേ ഏറ്റു പറയാൻ എന്ന് പറഞ്ഞാൽ ഏറ്റുപറയുന്നതുകൊണ്ട് അനുതാപം ഉണ്ടാകുമ്പോഴാണ് ഏറ്റുപറയുക. അപ്പോൾ അതുകൊണ്ട് ആ പാപമോചന അധികാരം തനിക്കുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ടും ഈശോ അവളോട് പറഞ്ഞ് എഴുന്നേറ്റ് കിടക്കരുത് നടക്കുക എന്ന ആ ബെത്സയിദ കുളത്തിന് സമീപത്തിൽ കിടന്ന് ആ രോഗിയോടും പറഞ്ഞ് നീ എണീറ്റ് നിന്നെ കിടക്കയെടുത്ത് നടക്കുക, ഞാനും നിന്നെ വിരിക്കുന്നില്ല. പാപനിയ സ്ത്രീയോട് പറഞ്ഞാൽ ഞാനും നിന്നെ വിരിക്കുന്നില്ല, ഇനിമേൽ നീ പാപം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കർത്താവ് പറഞ്ഞയക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകൾ വിസ്മയിക്കുക. പാപമോചന അധികാരം ഈശോ മിശിഹായിൽ നിലനിൽക്കുമെന്ന് ഒരു സംശയമില്ല. ഈ അധികാരം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ. ശിഷ്യന്മാർക്ക് കൈമാറി. ശിഷ്യന്മാരെ എന്തിനാ തിരഞ്ഞെടുത്ത്? തൻ്റെ കൂടെ ആയിരിക്കാനും സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിന് വേണ്ടി 12 പേരെ തിരഞ്ഞെടുത്തു. നമ്മൾ ഒരേ ഒരു ടെക്സ്റ്റ് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അത് വെളിവായി തെളിവായി കൃത്യമായിട്ട് മുമ്പിൽ അവതരിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 20:23 യോഹന്നാൻ 20:23 എപ്പോഴാ ഈശോ കഥ കടച്ചിട്ട് പേടിച്ചകത്ത് ശിഷ്യന്മാരടുത്ത് കഥ തുറക്കാൻ കടന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവരുടെ മേൽ നിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളാരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. കുമ്പസാരത്തെക്കുറിച്ച് തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്ത് മനുഷ്യൻ ഇങ്ങനെ ആരോടും പറയേണ്ട, അയ്യോ ദൈവത്തെ നേരിട്ട് പറഞ്ഞാൽ മതി ചിന്തിക്കുന്നവരെ, ഈ ടെക്സ്റ്റിൽ നിങ്ങൾ എന്നാ മറുപടി പറയുന്നത്? ശിഷ്യന്മാർക്കുള്ള അധികാരമാരും നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ 20:23 ആരും മറക്കണ്ട. കുമ്പസാരത്തെക്കുറിച്ച് ആര് പറഞ്ഞാലും എതിർത്തം കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആരോടായി പറഞ്ഞിരിക്കുക? ശിഷ്യന്മാരോടാ. അപ്പോൾ പാപങ്ങൾ മോചിക്കുന്നു. അപ്പം ഇന്നത്തെ പോലെ കുമ്പസാരക്കൂട്ടിലിരുന്ന് പാപം മോചിക്കുന്നതിനെ കുറിച്ച് ആൾ പറയുന്നത് കർത്താവ് എങ്ങനെ ഈ പാപം മോചിക്കുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയൊന്നുമില്ല. അത് സഭയാണ് ചെയ്യുന്നത്. പാപമോചന അധികാരം സഭയിലുണ്ടായിരുന്ന ആദ്യഘട്ടങ്ങളിൽ മനുഷ്യരെല്ലാം ഒന്നിച്ച് ചേർന്ന് ഒന്നിച്ച് വിളിച്ചു പോകാൻ, ഒന്ന് വിളിച്ചു പറയാൻ എല്ലാവരും കൂടി സംഗീതം ചൊല്ലിയിട്ട് ഞാൻ ചെയ്ത പാപങ്ങൾ വിളിച്ചു പോകുന്ന ഒരവസ്ഥയായിരുന്നു ആദ്യം ഉണ്ടായത്. അത് സഭ അത് മാറ്റിമറിച്ചു. എന്തുകൊണ്ടാണ്? ഇതിനകത്തൊരു കൗൺസിലിംഗ് ഉണ്ട്, അതിനകത്തൊരു വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി രഹസ്യമായിട്ട് പറയുമ്പോൾ മാത്രമേ അത് ആത്മാർത്ഥമായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഭ അതിന് ഓരിക്കുലർ കൺഫഷൻ എന്ന് പറയുന്ന രഹസ്യ കുമ്പസാരമാക്കി മാറ്റി സഭയ്ക്ക് അതിന് അധികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് സമാധാനപൂർണ്ണമായിട്ടും ആരെല്ലാം എന്നെല്ലാം കുമ്പസാരത്തെക്കുറിച്ച് എവിടെയെല്ലാം പറഞ്ഞാലും ശരി, പറയുന്നതിന് ശേഷം 10,000 വർദ്ധിക്കുകയല്ലാതെ കുമ്പസാരത്തിന് സംബന്ധിക്കുന്ന പേരിൽ ഒരാളും കുറഞ്ഞിട്ടില്ല. കാരണം മനുഷ്യപ്രകൃതിയുടെ നീടാണ്.
ഇത് ആരോട് പറയുമെന്ന് വിഷമിച്ച് നടക്കുന്നവനും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തതും ഒരു സമയത്തും പറയാൻ ആർക്കും ഇന്ന അച്ഛനോട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, വികാരിച്ചെന്ന് പറയുന്ന നിർബന്ധമൊന്നുമില്ല. അത് പറയേണ്ടടുത്ത് പാപം മോചിക്കാൻ അധികാരമുള്ള ഏതൊരു വൈദികൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയി, ഏത് ധ്യാന കേന്ദ്രത്തിൽ എവിടെയെങ്കിലും പോയി തൻ്റെ ഹൃദയത്തിന് ഭാര ഇറക്കി വെച്ചിട്ട് മനസ്സ് തെളിഞ്ഞു വരുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണും. മറ്റാർക്കും ഈ ഭാര ഇറക്കി വെക്കാൻ പറ്റില്ല. നീ ഒരു വലിയ കൊലപാതകം ചെയ്തു, നീ അതിന് ശേഷം മോചിപ്പിക്കപ്പെട്ടു, നീ കോടതി നിന്നെ വെറുതെ വിട്ടു, നിനക്കൊരു കുഴപ്പമില്ല, നിന്റെ ആളുകൾ ആരും ഒരു കുറ്റം പറയും, നീ തെറ്റ് ചെയ്തില്ല, പക്ഷെ സത്യത്തിൽ നീ കൊന്നത് തന്നെയാണ്. അപ്പോഴാണ് നിന്റെ ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് മനസ്സ് വിറങ്ങലിച്ച് അത് ഭയങ്കരമായിട്ട് തകർത്ത നിന്റെ കുറ്റബോധം നിന്റെ ജീവിതത്തെ തന്നെ വല്ലാണ്ടാക്കി മാറ്റുമ്പോൾ അവിടെ ഇതിൻ്റെ കാരണം എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ല. പക്ഷെ നിനക്കും ദൈവത്തിനും അറിയാം. നിന്റെ ഈ പാപമോചന പ്രക്രിയയ്ക്ക് വിധേയമായി പാപസംഗീതത്തിന് വേദിയിൽ ചെന്ന് നിന്റെ ഹൃദയത്തിൻ്റെ ഈ കുറ്റബോധം തുറന്നു വെച്ച് കഴിയുമ്പോൾ കർത്താവ് നൽകിയ അധികാരമോചനത്തിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു പറയുന്ന ശബ്ദം കേൾക്കുന്ന മാത്രയിൽ നിന്റെ ഹൃദയത്തിൻ്റെ കെട്ടുകളറിയുകയും നീ സ്വതന്ത്രനാവുകയും നിന്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും. അതുകൊണ്ട് കുമ്പസാരം എന്ന് പറയുന്ന ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം സഭയിൽ നിലനിൽക്കുന്നതിനെ പുച്ഛിച്ച് തള്ളിക്കളയാതെ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. അത് ആ വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നുവെങ്കിൽ അത് അപകടകരമാണ്. മക്കളെ പഠിപ്പിക്കേണ്ടതാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ജീവിതം തകരാറിലാകുന്ന കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ പാപമോചനം നൽകുന്ന കുമ്പസാരക്കൂട്ടിലെ വൈദികൻ കുമ്പസാരത്തെ അത് ചൂഷണം ചെയ്യുന്നൊക്കെ പറഞ്ഞ് വെറും ഒറ്റപ്പെട്ട 1-2 കേസിൽ എവിടെയെങ്കിലും, അതും കത്തോലിക്ക സഭയിലല്ല വേറെന്തോ സഭകളിൽ നടന്നതിനെക്കുറിച്ച് എടുത്ത് കൊണ്ടുപോകാനും സഭയെന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയിൽ മാത്രം മനസ്സിലാക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നിടത്ത് ഉത്തമ ബോധ്യത്തോടുകൂടി കൂദാശയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയും നമ്മുടെ മക്കളെ ഒരുക്കുകയും ചെയ്യണം. ഈ ചിന്തകളൊക്കെ വിട്ടുപോയ അപകടമാണ്. ഒരുപാട് അപകടങ്ങളുണ്ട്. തന്നെയല്ല സഭയിൽ നിന്ന് മാത്രമല്ല ദൈവവിശ്വാസത്തിൽ അകന്നു പോകുന്ന ഒരുപാട് ജനം ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം അത് വർദ്ധിക്കുന്നത് ഇന്ന് മാത്രമല്ല എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം കല്യാണം കഴിക്കാൻ നേരത്തെ പോലെ ഈ ഒരു പെൺകുട്ടി വളരെ താല്പര്യപൂർവ്വം വിവാഹത്തിന് താല്പര്യപ്പെട്ട അന്ന് ദൂരെയുള്ള വിദേശത്തുള്ള ചെറുപ്പക്കാരനും ഇവിടെയുള്ള പെൺകുട്ടിയായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ് വീട്ടുകാരൊക്കെ വന്ന് കണ്ടു. അതിനുശേഷം ഒരിക്കൽ ആ പെൺകുട്ടിയെ വീട്ടുകാർ വിളിച്ചപ്പോൾ അവൾ ഫോണെടുത്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അതായത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു, സന്ധ്യപ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ആ സന്ധ്യപ്രാർത്ഥന ഉണ്ടെന്ന് വിചാരിച്ചോട്ട് ഇങ്ങോട്ട് വരണ്ട കൊച്ചേ, ഇവിടെ സന്ധ്യപ്രാർത്ഥന ഒന്നും ഇല്ല ആണ് ഒരു ഫാക്ട്. അവിടുത്തെ ഒരു അമ്മയാണ് പറയുന്നത് ഓർക്കണം. അങ്ങനെയുള്ള കൾച്ചർ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതേ തുടർന്ന് അവൾ വീണ്ടും വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരും പറയുക, ഇപ്പോഴേ ഇവർക്ക് അച്ഛന്മാരോടൊക്കെ ബന്ധമുള്ള ഒരു കുടുംബമായതുകൊണ്ട് വലിയ കൗൺകാർക്ക് ഇപ്പോഴേക്ക് അച്ഛന്മാരൊക്കെ വരിക പോവുകയൊക്കെ ചെയ്തോട്ടെ, വലിയൊരു കാര്യം ഞാൻ പള്ളിയിൽ പോകാൻ എന്നെ നിർബന്ധിച്ചേക്കരുത്, ഞാൻ പോവുകയില്ല, നിനക്ക് വേണേ പോകാം. അതുകൊണ്ട് വൈദികർ വന്നാലും വന്നില്ലെങ്കിലും ശരി എന്നെ ആരും ഉപദേശിക്കാൻ വരരുത്. ഇങ്ങനെയുള്ള ചിന്തകളുള്ള ചെറുപ്പക്കാരുന്നുണ്ട്. ആ പെൺകുട്ടി എന്ത് ചെയ്തു, നല്ല ഒന്നാമത് ആത്മീയത കുഞ്ഞായിരുന്നുകൊണ്ട് എനിക്ക് തന്നെ വേണ്ടെന്ന് പറയും. എനിക്ക് ആ വിവാഹമേ വേണ്ട, അങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി സഭയുടെ പ്രബോധനത്തിന് വിധേയമാകുവാനുള്ള സന്നദ്ധത നമുക്കുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവീശ്വരം വിശേഷകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.